തേനിലും മധുരം വേദമല്ലാതെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിൾ ക്ലാസ്സിനായി ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം പഠിച്ചത് യേശു കർത്താവ് തൻ്റെ സഭയും സ്വർഗത്തിലെ സകല വിശുദ്ധന്മാരും ആയി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെക്കുറിച്ചാണ് നാം പഠിച്ചത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അതിനുശേഷം ഉള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഒരുങ്ങാണ്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും മൃഗത്തിൻ്റെ ന്യായവിധിയും. സ്വർഗത്തിൽ വിവാഹഘോഷം നടക്കുമ്പോൾ ഭൂമിയിൽ മഹോപദ്രവകാലത്തിൻ്റെ അന്ത്യഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. 7-ാം ക്രോധകലശം ഭൂമിയിൽ പകരപ്പെട്ടപ്പോൾ ഉണ്ടായ മഹാഭൂകമ്പത്താൽ ബാബിലോൺ 3 അംശമായി മാറ്റപ്പെട്ടല്ലോ. മതം, ബാബിലോൺ നഗരം, മൃഗം. ഈ 3നെയും വേർതിരിച്ച് ഓരോന്നിനെയും ദൈവം ന്യായം വിധിച്ച് നശിപ്പിക്കുകയാണ്. മതത്തിൻ്റെയും ബാബിലോൺ നഗരത്തിൻ്റെയും ന്യായവിധി നടന്നു കഴിഞ്ഞു, നാം അത് പഠിച്ചു. തുടർന്ന് 3-ാം അംശമായ മൃഗത്തിൻ്റെ ന്യായവിധി നടത്തുവാൻ സ്വർഗത്തിലെ സകല വിശുദ്ധന്മാരുമായി കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ വരവിനെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. ഇത് ക്രിസ്തു ശത്രുരാജ്യങ്ങളെ ഒരുക്കിയെടുത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു വന്ന് യെരുശലേം പാളയത്തിന് ചുറ്റും വളയുകയാണ്. ഇസ്രായേലിന് രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ലാതെ വരും. അപ്പോൾ അവർ കാത്തിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കും. മിശിഹ വരികയും തങ്ങളുടെ രാജ്യം യഥാസ്ഥാനത്താക്കി തരികയും ചെയ്യും എന്ന് അവരുടെ തിരുവചനത്തിന് പ്രകാരം അവർ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മിശിഹായുടെ വരവിനായി ദൈവത്തോട് അപ്പോൾ അവർ നിലവിളിക്കുകയാണ്. ഈ സമയം യേശു ക്രിസ്തു സ്വർഗത്തിലെ സർവ്വസന്നാഹങ്ങളുമായി മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. വെളിപ്പാട് 1:7. ഇതാണ് മഹത്വപ്രത്യക്ഷത. യഹോവ പുറപ്പെട്ട് യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ അവരോട്, അതായത് ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിന് എതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നെടുകെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര അവിടെ ഉണ്ടാകും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. സഖറിയാവ് 14-ാം അധ്യായം 3-ാം വാക്യം. ഈ പ്രവചനം ഇപ്പോൾ നിറവേറി വരികയാണ്. കർത്താവിൻ്റെ വരവിനായി ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. ഒലിവുമലയുടെ ഉൾഭാഗം വിള്ളലുണ്ടായിരിക്കുന്നതായി, അതെപ്പോൾ വേണമെങ്കിലും പിളർന്നു പോകുമെന്നും അങ്ങനെ അതിന് ചുറ്റുപാടുള്ള കെട്ടിടങ്ങളൊക്കെ അവർ മാറ്റിയിരിക്കുകയാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത 19-ാം അധ്യായം 11 മുതൽ 16 വരെ. കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ വരവിനെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുകയാണ്. 19-ാം അധ്യായത്തിൽ വർണ്ണിക്കുകയാണ്. അനന്തരം, അതായത് കുഞ്ഞാടിൻ്റെ രാജത്വം, അഭിഷേകവും തുടർന്നുള്ള വിവാഹവും വിവാഹ വിരുന്നും ഒക്കെ നടന്നു കഴിഞ്ഞ് അനന്തരം, അതിനുശേഷം സ്വർഗം തുറന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനുമെന്ന് പേർ. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന് പേർ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാധി രാജാവും കർത്താധി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 96-13 പറഞ്ഞിരിക്കുന്ന പ്രവചനം ഇവിടെ നിറവേറുവാൻ പോവുകയാണ്.
അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂമിയെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. 19-ാം അധ്യായം 11 മുതൽ 16 വരെ നാം വായിച്ചിരുന്നത് കർത്താവ് വരുന്ന വിധത്തെക്കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അവൻ വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്നു. വെള്ള നിറം പരിശുദ്ധിയെ കാണിക്കുന്നു. അവൻ നീതിയോടെയും ന്യായത്തോടെയും ന്യായപാലനം ചെയ്യും. 2, അവൻ്റെ കണ്ണ് അഗ്നിജ്വാല. യേശുക്രിസ്തു ഒന്നാമത് ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ കരുണയുള്ള കണ്ണുള്ളവനായിട്ടാണ് വന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാമതായി വരുന്നത് പാപികളെ രക്ഷിപ്പാനല്ല, അവരെ രക്ഷിപ്പാൻ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന് ജീവൻ പോലും വെച്ച് തന്ന ആ സ്നേഹത്തെ തിരസ്കരിച്ച് അവൻ്റെ രക്തം മലിനമെന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞ ദുഷ്ടജനത്തെ ന്യായം വിധിച്ച് തക്കതായ ശിക്ഷ നൽകുവാൻ അഗ്നിജ്വാലയ്ക്കൊത്ത കോപാഗ്നിയായ കണ്ണുള്ളവനായിട്ട് അവൻ വരികയാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത പ്രകാശമുള്ള ആ കണ്ണുകൾക്ക് മുന്നിൽ മറഞ്ഞിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. 3, തലയിൽ അനേകം രാജമുടികൾ. അവൻ രാജാക്കന്മാരുടെ രാജാവായിട്ടാണ് വരുന്നത്. ഒരിക്കൽ നമ്മെ രക്ഷിക്കുവാൻ അവൻ്റെ തലയിൽ മുൾക്കിരീടം അടിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ അവൻ വരുന്നത് രാജാക്കന്മാരുടെ രാജാവായി പൊൻകിരീടധാരിയായിട്ടാണ്. അടുത്തതായി 4, രക്തം തളിച്ച ഉടുപ്പിട്ടിരിക്കുന്നു. യെശയ്യാവ് 63-ാം അധ്യായം 2 മുതൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ പറഞ്ഞിരിക്കുന്നു: നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതും എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ അവൻ്റെ ജാതികളെ ന്യായം വിധിക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 5, അവന് ദൈവവചനം എന്ന് പേർ. സകലവും അവൻ്റെ വചനം അയച്ച് സൃഷ്ടിച്ചു. പ്രപഞ്ചം മുഴുവനും അവൻ്റെ ശക്തിയുള്ള വചനത്താൽ ഉളവായി. ഈ വചനം ദൈവമായിരുന്നു, അതിനാൽ അവന് ദൈവവചനം എന്ന് പേർ. യോഹന്നാൻ 1:1 വായിക്കുക. 6, വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എന്ന വാൾ ഒരുവൻ്റെ ഹൃദയത്തെ കീറി മുറിച്ച് അസ്ഥിമജ്ജകളിൽ തുളച്ച് കയറി പാപബോധം വരുത്തി മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. അന്ത്യവിധി നാളിൽ ദുഷ്ടജനത്തെ ന്യായം വിധിച്ച് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്നാജ്ഞാപിക്കുന്ന മൂർച്ചയേറിയ വാളാകുന്ന ശക്തിയുള്ള വചനം അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. 7, ദൈവക്രോധ മദ്യത്തിൻ്റെ ചക്ക് ചവിട്ടി മെതിക്കുന്നവൻ. അന്ത്യന്യായവിധി നാളിൽ ദുഷ്ടന്മാരെ വേർതിരിച്ച് ദൈവക്രോധത്തിൻ്റെ ചക്കിലിട്ട് മെതിക്കുന്നത് പോലെ അവരുടെ പാപങ്ങളെ ഓരോന്നോരോന്നായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യായം വിധിക്കുന്നവൻ. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു കളഞ്ഞു എന്ന് യെശയ്യാവ് 63-ൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനം ഇവിടെ നിവൃത്തിയാകുന്നു. ഈ സമയം ഒരു ദൂതൻ സൂര്യനിൽ നിന്നുകൊണ്ട് ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും വിളിച്ചു പറയുകയാണ്: രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും യുദ്ധവീരന്മാരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്നുവാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വെളിപ്പാട് 19:18. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാനും അവരെ നശിപ്പിക്കുവാനും കൂടി വന്ന ശത്രു സൈന്യത്തെ കർത്താവ് നശിപ്പിക്കുമ്പോൾ അവരുടെ മാംസം ഭക്ഷിക്കുവാൻ ആകാശത്തിന് കീഴെ പറക്കുന്ന സകല പക്ഷികളെയും അവർക്കായി മഹാദൈവം ഒരുക്കുന്ന അത്താഴത്തിനായി വന്നുകൂടുവാൻ ദൂതൻ മുന്നമേ ക്ഷണിക്കുകയാണ്. ഈ സമയം ഇസ്രായേലിൻ്റെ പാളയത്തെ ചുറ്റി വളഞ്ഞ്
യുദ്ധത്തിനായി എത്തിയിരിക്കുന്ന എതിർ ക്രിസ്തുവിനെയും അവൻ്റെ സൈന്യത്തെയും സകല ശത്രു രാജ്യങ്ങളെയും കണ്ടിട്ട് ഭയന്ന് വിറച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ ദൈവമായ യഹോവയോട് രക്ഷയ്ക്കായി നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് ശത്രു സൈന്യം പരിഹാസത്തോടെ അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കാഴ്ച അവർ കണ്ട് സ്തംഭിച്ചു നിന്നു. ദൈവമായ യഹോവ സ്വർഗത്തിൽ നിന്ന് സകല വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന കാഴ്ച. സഖറിയാവ് 10:14-5. ഇസ്രായേലിൻ്റെ രക്ഷകനായ അവരുടെ ദൈവമായ കർത്താവ് 1000 ദൂതന്മാരോടും സ്വർഗത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ആകാശമേഘങ്ങളെ വാഹനമാക്കി വെള്ള കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ കാഴ്ച. ഈ കാഴ്ച കണ്ടിട്ട് അവർ അമ്പരന്ന് നിന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കാണും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 1-8 നാം വായിച്ചു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഒലിവുമലയിൽ ചവിട്ടി നിന്നു. ഉടനെ ഒലിവുമല 2 പിളർന്ന് ചിന്തിപ്പോയി. അവിടെ ഒരു പെരുവഴിയുണ്ടായി. ഈ കാഴ്ച കണ്ട അത്ഭുതത്തോടെ നോക്കി നിന്ന ഇസ്രായേലിനെ കർത്താവ് 2 കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചു. അപ്പോൾ അവർ അവൻ്റെ കൈകളിലെ ആണിപ്പഴുതും വിലാപ്പുറത്തുള്ള കുന്തത്താലേറ്റ മുറിപ്പാടും കണ്ടു. ആശ്ചര്യത്തോടെ അവർ ചോദിച്ചു, കർത്താവേ, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത്? എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. സഖറിയാവ് 13:6. ഈ മറുപടി കേട്ട ഉടനെ അവർ ഒരു സത്യം മനസ്സിലാക്കി. ഞങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ച് കൊന്ന യേശു, ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ രക്ഷകനായ മിശിഹായായിരുന്നു. ഈ സത്യം മനസ്സിലാക്കി ഇസ്രായേൽ ജനം മുഴുവനും കുറ്റബോധത്തോടെ മാറത്തടിച്ച് നിലവിളിച്ചു. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ ആദ്യജാതൻ മരിച്ചതുപോലെ നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഇസ്രായേലിൻ്റെ അനുതാപത്തിൽ മനസ്സലിഞ്ഞ കർത്താവ് അവരോട് ക്ഷമിക്കുകയും പെറ്റമാശ്വസിപ്പിക്കും പോലെ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ടുതന്ന സാത്താൻ എതിർ ക്രിസ്തുവിലൂടെയും സകല ശത്രു സൈന്യങ്ങളോടും കൂടെ കുഞ്ഞാടിനോടും വിശുദ്ധ ജനത്തോടും യുദ്ധത്തിനായി പുറപ്പെട്ടു. കർത്താവ് അവരെ ഹർമഗദോൻ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ കർത്താവ് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് കെട്ടി ഇരുവരെയും പാതാളത്തിൽ തീയും ഗന്ധവും കത്തുന്ന തീ പൊയ്കയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. സാത്താനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് പാതാളത്തിലെ അഗാധ കൂപത്തിലേക്കിട്ട് 1000 ആണ്ടേക്ക് അടച്ചുപൂട്ടി മുദ്രവെച്ചു. ശേഷിച്ച അവൻ്റെ സൈന്യത്തെ കുതിരപ്പുറത്തിരിക്കുന്ന കർത്താവിൻ്റെ വായിലെ ശ്വാസമെന്ന വചനമയച്ച് കൊന്നുകളഞ്ഞു. അവരുടെ മാംസം ഭക്ഷിക്കുവാൻ അത്താഴത്തിനായി ദൂതൻ മുന്നമേ ഒരുക്കി നിർത്തിയിരുന്ന ആകാശത്തിലെ സകല പക്ഷികളെയും വിളിച്ചു വരുത്തി. അത് ഭക്ഷിച്ച് പക്ഷികൾക്ക് തൃപ്തി വന്നു. തങ്ങൾ ഇതുവരെ പീഡിപ്പിച്ചിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് സകല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു. എഹെസ്കേൽ 34:30. എഹെസ്കേൽ 37:7. ഈ യുദ്ധത്തെയാണ് ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. ഇസ്രായേലിനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു വരുന്ന സകലരെയും യഹോവ ശിക്ഷിപ്പാനിരിക്കുന്ന ശിക്ഷ എപ്രകാരമാണെന്ന് സഖറിയാവ് 14:12 അവിടെ പറഞ്ഞിരിക്കുന്നു. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകും. അവരുടെ നാവ് അവരുടെ വായിൽ തന്നെ ചീഞ്ഞഴുകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അന്നാളിൽ യഹോവ ഒരു മഹാപരിഭ്രമം അവരുടെ മേൽ വരുത്തും. ഓരോരുത്തൻ താൻ്റെ കൈ പിടിച്ച് ഒരുവൻ്റെ കൈ മറ്റവൻ്റെ നേരെ പൊങ്ങും. ഇവരുടെ മാംസം ഭൂമിയിലെ സകല പക്ഷികൾക്കും ആഹാരമാകും. ദേശം വൃത്തിയാക്കുവാൻ ജാതികളിൽ നിന്നും നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. എഹെസ്കേൽ 39:14-16. ഇപ്രകാരം ദേശം വൃത്തിയാക്കും. ഇസ്രായേലിനെ ശിക്ഷിപ്പാൻ വന്ന ശത്രു സൈന്യങ്ങളെ അവരുടെ ദൈവമായ യഹോവ നശിപ്പിച്ച്
ദേശം വൃത്തിയാക്കിയ ശേഷം കർത്താവ് ഒലിവുമലയിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ശേഷിക്കുന്ന സകല സാമാന്യ ജനത്തെയും തൻ്റെ മുമ്പിൽ വിളിച്ചു കൂട്ടിയ ശേഷം അവരെ ന്യായവിധി നടത്തുവാൻ തുടങ്ങുകയാണ്. മത്തായി 25 അധ്യായം 31 മുതൽ 46 വരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളോടിങ്ങിടയും പാപികൾ കിടന്നങ്ങലയും കോപമേറ്റ ശേഷം വലയും, കോപമേറ്റ ശേഷം വലയും. വേരുകൊമ്പിവ ശേഷിച്ചിട ചാരമാം അവർക്കാൽക്കടിയിൽ നേരുകാർ അതിശോഭിതരാം, നേരുകാർ അതിശോഭിതരാം. സകലേശജന് വെടിയും നരസംഘം ചുവടെ പൊടിയും. സകലേശജന് വെടിയും നരസംഘം ചുവടെ പൊടിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.